നമസ്കാരം. മീൻ പിടിക്കാൻ കടലിൽ പോയ തൊഴിലാളിയുടെ വലയിൽ കുടുങ്ങിയത് മീനല്ല, പിന്നെയോ ഒരു അപൂർവ വസ്തുവാണ്. ഇത് കണ്ട് അമ്പരന്ന തൊഴിലാളിക്ക് ഇതിനെ എന്തു ചെയ്യണമെന്ന് ഒരു ധാരണയുമുണ്ടായില്ല. ഒടുവിൽ പ്രശ്നപരിഹാരത്തിനായി പോലീസ് സ്റ്റേഷനിലെത്തി. മലപ്പുറത്തെ അഴീക്കോടിന് സമീപമുള്ള പുതിയ കടപ്പുറം സ്വദേശിയുടെ വലയിൽ കുടുങ്ങിയത് മീനിന് പകരം 2 നാഗവിഗ്രഹങ്ങളാണ്. പിത്തളയിൽ നിർമ്മിച്ച 2 നാഗപ്രതിമകളാണ് ഇയാൾക്ക് കടലിൽ നിന്നും കിട്ടിയത്. ഓരോന്നിനും 5 കിലോ ഭാരം വരും. പുതിയ കടപ്പുറം ചക്കാച്ചന്റെ പുരക്കൽ റസലിന്റെ വലയിലാണ് വിഗ്രഹങ്ങൾ കുടുങ്ങിയത്. തനിക്ക് കിട്ടിയ ആ വമ്പൻ കോരിൽ എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരന്ന മീൻപിടുത്തക്കാർ ഒടുവിൽ പോലീസിന്റെ സഹായം തേടി. റബിറ്റ് താനൂർ പോലീസിന് പ്രതിമകൾ കൈമാറുകയായിരുന്നു. ഇതെങ്ങനെ കടലിലെത്തി എന്ന് തങ്ങൾക്കും അറിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. എല്ലാ സാധ്യതകളും പരിശോധിച്ച് വരികയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മോഷ്ടിച്ചതാണോ അതോ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നറിയില്ലെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നു. മോഷണം പോയതാണെങ്കിൽ വാർത്ത പുറത്തു വരുന്നതോടെ ഉദ്യോഗസ്ഥർ ഇതിനെ തേടിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളോടും അനുബന്ധിച്ച് നാഗക്ഷേത്രങ്ങളോ സർപ്പക്കാവുകളോ നമുക്ക് കാണാനാകും. ഇവിടെ നിന്നെങ്ങാനും മോഷണം പോയ വിഗ്രഹങ്ങളാണോ ഇതിനെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷെ മിക്കയിടങ്ങളിലും കൽപ്രതിമകളാണ് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ചില വീടുകളിലും നാഗ ആരാധനയും സർപ്പക്കാവുകളും മറ്റുമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഇത്തരത്തിൽ ലോഹവിഗ്രഹങ്ങളും ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ നാഗക്ഷേത്രങ്ങളാണ് മണ്ണാർശാലയും വെട്ടിക്കാടും. ഇവിടെയൊക്കെ പക്ഷേ കൽബിംബങ്ങളാണ് ആരാധനയ്ക്ക് ഉള്ളത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി പൂർവികർ കണ്ടുപിടിച്ച മാർഗമാണ് കാവുകൾ. കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമായി പിന്നീട് ഇവ മാറി. സർപ്പപൂജയും സർപ്പബലിയും അടക്കമുള്ള പൂജകൾ മിക്ക സർപ്പക്കാവുകളിലും ക്ഷേത്രങ്ങളിലും നടക്കുന്നുണ്ട്. സർപ്പക്ഷേത്രങ്ങളിൽ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ച ശേഷം കടലിൽ ഉപേക്ഷിച്ച വിഗ്രഹങ്ങളാണോ എന്നതിനെ കുറിച്ചും അറിയില്ല. ചിലർ പഴയ കാവുകളൊക്കെ വെട്ടിത്തളിച്ച് മാറ്റുന്നുമുണ്ട്. ഇത്തരത്തിൽ വെട്ടിമാറ്റിയ കാവുകളിലെ പ്രതിഷ്ഠകളാണോ ഇവയെന്നും പരിശോധിക്കുന്നുണ്ട്. സ്ഥലപരിമിതിയും സംരക്ഷിക്കുന്നതിലെ പരിമിതിയും മറ്റും ചൂണ്ടിക്കാട്ടി പുതുതലമുറ ഇവയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചിലർ ഭക്തർക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാത്തത് കൊണ്ടും കാവുകൾ വെട്ടിമാറ്റുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.